വീണ്ടും വെക്കേഷൻ കാലമെത്തി. ഈ അവധിക്കാലം ആഹ്ലാദപൂരിതമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒരു യാത്ര കൂടി. ഇത്തവണ നമ്മൾ പോയത് ഏവർക്കും സുപരിചിതമായ നെയ്യാർ ഡാമിലേക്കായിരുന്നു. ഉണ്ണിവാവയും ഉണ്ണിച്ചേട്ടനും അമ്മൂമ്മയും അപ്പൂപ്പനും ഒത്തുചേർന്ന ഒരു സുന്ദരമായ യാത്ര. രാവിലെ ചെറിയ ഒരുക്കങ്ങളോടെ ഞങ്ങൾ യാത്ര തുടങ്ങി. വഴിയിൽ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ നെയ്യാറിലേക്ക് എത്തുകയും ചെയ്തു. കുറച്ചു ദൂരം എത്തിയപ്പോൾ ചായ കുടിക്കാനായി ഒരു ചെറിയ ഹോട്ടലിൽ നമ്മൾ ഇടവേള എടുത്തു. ചൂടുള്ള വടയും ചായയും കട്ടനും ഞങ്ങൾ ആസ്വദിച്ചു. വഴിയിലെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നെയ്യാർ ഡാമിലെത്തി. ചൂടേറിയ ഒരു ദിവസമാണ്. എല്ലാവരും കുട കരുതിയിട്ടുണ്ട്. പക്ഷേ വെയിൽ യാത്രയുടെ ആവേശം കുറച്ചില്ല. ഞങ്ങൾ നെയ്യാർ ഡാമിന്റെ പ്രവേശന കവാടത്തിലൂടെ നടന്നു നീങ്ങി. ചെറിയ ക്ഷീണം തോന്നിയെങ്കിലും വലിയ ഡാമിന്റെ അതിശയകരമായ കാഴ്ച കണ്ടപ്പോൾ ക്ഷീണം മറന്നു. പക്ഷെ അസഹനീയമായ ദുർഗന്ധം ഡാമിന്റെ പരിസരത്തുണ്ടായിരുന്നു. അതിന്റെ സമീപത്തുള്ള അക്വാറിയത്തിലെ മത്സ്യങ്ങൾ കാണാൻ പോയി. പരിപാലനത്തിലെ കുറവുകൾ കുറച്ചേറെ നിരാശപ്പെടുത്തി. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഉപ്പിലിട്ട മാങ്ങ ഞാൻ കഴിച്ചു. തുടർന്ന് നമ്മൾ സഫാരി പാർക്കിലും ക്രോക്കഡൈൽ പാർക്കിലും പോയി. പിന്നീട് നെയ്യാറിൽ നിന്ന് നെട്ടയിലേക്ക് പോവുകയും ഉച്ചഭക്ഷണം പ്രശസ്തമായ അക്ഷയപാത്രത്തിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. മനോഹരമായ യാത്രയുടെ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ